ഹലോ എവരി വൺ, ശിവ ബ്ലെസ്സിങ്സ് ടാരോ റീഡിങ്ങിൻ്റെ മറ്റൊരു റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു പൈൽ റീഡിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ ഞാൻ പൈൽസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബന്ധത്തിൻ്റെ പ്രസൻറ്റ്, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഇങ്ങനെ 3 കാർഡുകളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ പൈൽ ചൂസ് ചെയ്യുക. ആ ചൂസ് ചെയ്ത പൈലിൻ്റെ വെച്ചിട്ട് 3 കാർഡ് എടുത്തിട്ടുണ്ട്, ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാർഡ് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഓരോ പൈൽ റീഡിങ് ചെയ്യാം. അപ്പം നിങ്ങളുടെ ബന്ധത്തിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൈല് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒന്ന് കണ്ണടച്ച് ദീർഘശ്വാസം എടുത്ത് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പൈല് നിങ്ങൾ ചൂസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് പൈൽ ഇതാണ്. സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ 8 ഓഫ് പെൻഡിക്കിൾ വന്നിട്ടുണ്ട്, ഈസ് ഓഫ് പെൻഡിക്കിൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ. സ്റ്റാർ കാർഡ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പാസ്റ്റിൽ ഈ ബന്ധത്തിൽ വളരെ നല്ലൊരു തുടക്കമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരിക്കും, അല്ലെങ്കിൽ പ്രണയത്തിൽ നിങ്ങൾ വിവാഹം കഴിക്കാത്ത ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ ആ തുടക്കത്തിൽ ഭയങ്കര നല്ല സ്നേഹവും നല്ല ഒരു പരസ്പര വിശ്വാസവും ഒക്കെ എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുവന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര പ്രത്യാശയോടും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര സമാധാനപരമായിട്ടും പിന്നെ അതുപോലെ തന്നെ സന്തോഷത്തിലും ഒരുപാട് പ്രതീക്ഷകളും വെച്ച് തുടങ്ങിയ ഒരു ബന്ധമായിരിക്കാം. അതാണ് സ്റ്റാർ കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രസൻറ്റിൽ നിങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇടയിലുണ്ട് എന്ന് കൂടെ കാണിക്കുന്നുണ്ട്. അതാണ് 8 ഓഫ് പെൻഡിക്കിൾ പറയണത്. അപ്പം അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇവിടെ കാണിക്കുന്നത്. അതായത് ഉള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, രണ്ടുപേരും തമ്മിലുള്ള ഒരു മാനസിക അടുപ്പത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ എന്തുവാണെങ്കിലും അവിടെ ഒരു ചെറിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊന്ന് മോഡിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതൊന്ന് റീബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അത് നല്ല ക്ഷമയോടുകൂടി ശ്രമിച്ചാൽ ഫ്യൂച്ചറിൽ ഈസ് ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജി ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. അതായത് നല്ലൊരു കവാടം നിങ്ങൾക്കായി തുറന്നിടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രത്യാശയോട് കൂടിയുള്ളൊരു ജീവിതം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ബന്ധമാണോ അതിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും അതിൽ നിങ്ങൾക്കൊരു പ്രത്യാശ, ഒരു ശുഭപ്രതീക്ഷ, ഒരു നല്ലൊരു തുടക്കം, അതിൽ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ഒരു കവാടം നിങ്ങൾക്കായി തുറക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ റീഡിങ്. അപ്പോൾ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് നമുക്ക് സെക്കൻഡ് പൈൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പേജ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്, 3 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്, പിന്നെ കിങ് ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് പാസ്റ്റിൽ വളരെ നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബന്ധമായിരുന്നു നിങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. പരസ്പരം ഭയങ്കര നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളും തുറന്നു പറയാൻ മടിയില്ലാത്ത ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ളൊരു വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബന്ധമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അത് ഇപ്പോഴും നിങ്ങൾക്ക് പ്രസൻറ്റിൽ നിങ്ങളത് വളരെ ആഘോഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലപ്പോൾ നല്ല ബന്ധങ്ങൾ വന്നിട്ടുണ്ടാകും, നല്ല ആൾക്കാർ വന്നിട്ടുണ്ടാവും നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഇടയ്ക്ക്. അവരുടെ ഉപദേശങ്ങളും അവരുടെ നല്ല നല്ല കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾ നന്നായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളൊരു ആഘോഷത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവാം, ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ ആഘോഷിക്കുന്നുണ്ടാവാം. അതാണ് 3 ഓഫ് കപ്പ് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രസൻറ്റ് അതാണ്. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ഇതേപോലെ തന്നെ നല്ലൊരു രീതിയിൽ പോകുന്ന ഒരു ബന്ധം തന്നെയായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിൽ. കിങ് ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. എല്ലാ ഐശ്വര്യങ്ങളും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും മനോധൈര്യവും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ വന്നു ചേരുകയും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുമാണ് ഈ ഒരു പൈൽ പറയുന്നത്, ഈ ഒരു കാർഡ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജാണ് തരുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.
ഓക്കെ, നെക്സ്റ്റ് പയൽ ചൂസ് ചെയ്ത ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ 6 ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്, പിന്നെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ പറയുന്നത് ഒരു സാവധാനത്തിൽ വളരെ പതുക്കെ, അല്ലെങ്കിൽ ഒരുപാട് ആലോചിച്ച് ഒരേ സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കി നിങ്ങൾ രണ്ടുപേരും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും അത് നിങ്ങൾ വളരെ സ്ലോ ആയിട്ട്, അല്ലെങ്കിൽ വളരെ സാവധാനത്തിൽ എല്ലാ വശങ്ങളും കുറിച്ചും ചിന്തിച്ചൊക്കെ എടുത്ത ഒരു ബന്ധമായിരിക്കാം. ഓക്കെ, അതിപ്പം പ്രസൻറ്റിൽ ആ ബന്ധം ഒരു വളരെ ബാലൻസിലാണ് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളും, പിന്നെ അതുപോലെ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും വളരെ ഒരു പക്വത ആയിട്ടുള്ള ഒരു പെരുമാറ്റവും ഒക്കെ ഈ ബന്ധത്തിൽ ഇപ്പോൾ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു സന്തുലിതാവസ്ഥ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു സന്തുലിതാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു രീതിയിലാണ്, ഒരു ബാലൻസിൽ സെറ്റ് ചെയ്ത് പോകാനായിട്ട് മാക്സിമം നോക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് കാണുന്നത്. പിന്നെ ഭാവിയിലേക്ക് ദ മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. മൂൺ കാർഡിൽ ചില കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഈ ബന്ധത്തിലുണ്ട്. അതുപോലെ തന്നെ പേടിയോ അല്ലെങ്കിൽ ഒരു ഭാവിയിലേക്ക് ചില ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ളൊരു വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് നല്ല രീതിയിൽ ഭാവിയിലേക്ക് മുന്നോട്ട് പോകും എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പം മൂൺ കാർഡ് വന്നെങ്കിലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം. കാരണം ചെറിയ കാര്യങ്ങളായിരിക്കാം. അപ്പം നമ്മളൊരു ബന്ധത്തിൽ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളൊരു വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അങ്ങനെ ആണ് ഒരു തേർഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്കുള്ള ഒരു മെസ്സേജായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് റെസണേറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. റെസണേറ്റ് ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.